എല്ലാവർക്കും ഒരിക്കൽ കൂടി എക്സ്ക്ലൂസീവ്ലി ഫോർ എക്സാംസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടറ്റ് കാറ്റഗറി 3 എക്സാം ഓറിയൻറ്റേഷനാണ്. ഇതുവരെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഐ ബട്ടണിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിരിക്കുന്ന ലിങ്കിൽ കയറി കാണേണ്ടതാണ്. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് സർക്കിളിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. എന്നാൽ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടന്നാലോ? യെസ്, ടുഡേയ്സ് ഇൻഗ്രീഡിയൻസ് അഥവാ ഇന്നത്തെ ചേരുവകൾ. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് MCQs, അഡോളസൻറ്റ് സൈക്കോളജിയുടെ തേർഡ് പാർട്ടായിട്ടുള്ള ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള 10 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഹിയർ ഗോസ് ദ ഫസ്റ്റ് വൺ. ദ ഫസ്റ്റ് വൺ ഈസ് കറണ്ട് തിയറീസ് ഓഫ് ക്ലാസ് റൂം മാനേജ്മെൻറ്റ്. സി ദ ടീച്ചർ ആസ്. ഓപ്ഷൻസ് ആർ ഗൈഡ്, ലീഡർ, ഡയറക്ടർ, ഡിക്റ്റേറ്റർ. നമുക്കറിയാം കറണ്ട് മോഡ് ഓഫ് ടീച്ചിങ് ഏതാണ്? കൺസ്ട്രക്റ്റീവ്സ് ആണ്. കൺസ്ട്രക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ അവിടെ ഗൈഡ്, മെൻറ്റർ, ഫെസിലിറ്റേറ്റർ ഒക്കെയാണ്. സോ ദ ആൻസർ ഈസ് ഗൈഡ്. Current theories of classroom management. See the teacher as guide. And second one is a teacher wants to have a class discussion in which all 25 of her students can participate equally. Which of the following seating arrangements would best suit this objective? Options are cluster style, face-to-face style, offset style and seminar style. And the answer is seminar style. And third one is rules and procedures should be dash and dash, firm and primitive, flexible, subjective, reasonable, necessary, set in stone. And the answer is option C, reasonable and necessary. റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഷുഡ് ബി റീസണബിൾ ആൻഡ് നെസസറി. നമുക്കറിയാവുന്ന കാര്യമാണ്. നിയമങ്ങളും അതിൻ്റെ പ്രൊസീജിയേഴ്സും തീർച്ചയായിട്ടും റീസണബിൾ ആയിരിക്കണം ആൻഡ് നെസസറി ആയിരിക്കണം. And the fourth one is the student will be able to use a Venn diagram to compare or contrast characters in a story. Options are application, analysis, synthesis and evaluation. ഉത്തരത്തിലേക്ക് കടക്കുന്ന മുമ്പായിട്ട് we have to know about one thing, that is ബെഞ്ചമിൻ എസ് ബ്ലൂംസ് ടാക്സോണമി. നമുക്കറിയാവുന്ന കാര്യമാണ്. ഹ്യൂമൻ ബിഹേവിയർ ക്യാൻ ബി ഡിവൈഡ് ഇൻ ടു 3 അക്കോർഡിംഗ് ടു ബ്ലൂംസ് ടാക്സോണമി. വാട്ട് ആർ ദേ? ദർ ആർ 3 domains: കോഗ്നിറ്റീവ് ഡൊമെയിൻ, ഇഫക്റ്റീവ് ഡൊമെയിൻ, സൈക്കോമോട്ടർ ഡൊമെയിൻ. അതിൽ കോഗ്നിറ്റീവ് ഡൊമെയിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഏതൊക്കെയാണ്? നോളജ്, കോംപ്രിഹെൻഷൻ, അപ്ലിക്കേഷൻ, അനാലിസിസ്, സിന്തസിസ് ആൻഡ് ഇവാലുവേഷൻ. അതിൽ ഏത് ഒബ്ജക്റ്റീവാണ് ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിന് അനുയോജ്യമായിട്ടുള്ളത്? ദ സ്റ്റുഡൻറ്റ് വിൽ ബി ഏബിൾ ടു യൂസ് എ വെൻ ഡയഗ്രാം ടു കമ്പയർ ഓർ കോൺട്രാസ്റ്റ് ക്യാരക്ടേഴ്സ് ഇൻ എ സ്റ്റോറി ഈസ്. ദ ആൻസർ ഈസ് അനാലിസിസ്. അനാലിസിസ് ആണ് ആൻസർ. And the fifth one is the student will be able to transfer the main characters of a story to a new setting. Options are knowledge, application, analysis and synthesis. And the answer is application. ഇപ്പോൾ പഠിച്ചു വയ്ക്കേണ്ടത് ബ്ലൂംസ് ടാക്സോണമിയുടെ ഒബ്ജക്റ്റീവ്സും ഡൊമൈൻസും പഠിച്ചു വയ്ക്കുക. ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ കൊടുത്തിട്ട് ഇതിൽ ഏത് ഒബ്ജക്റ്റീവാണ് ചോദിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ മുൻകാലത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുമ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സോ പ്ലീസ് ഫോക്കസ് domain and its objectives and related statement or a story. And the sixth one is moral values can be effectively inculcated among students when the teacher. Options are frequently talks about values, himself practices them, tells stories of great persons and talks of gods and goddesses. And the answer is himself practices them. നമുക്കറിയാവുന്ന വേറൊരു കാര്യമാണ്. വൺ ഷുഡ് പ്രാക്ടീസ് ആൻഡ് മോഡൽ ടു അതേഴ്സ്, എസ്പെഷ്യലി ടീച്ചേഴ്സ്. നമ്മളൊരു കാര്യം പ്രാക്ടീസ് ചെയ്യണമെന്ന് പറയുമ്പോൾ വി ഹാവ് ടു ഫോളോ സച്ച് തിങ് ബിഫോർ അതേഴ്സ്, അല്ലെങ്കിൽ ആരും തന്നെ പ്രാക്ടീസ് ചെയ്യില്ല. ഇപ്പോൾ ടീച്ചർ എന്ന നിലയിൽ തീർച്ചയായിട്ടും നമ്മളാണ് മോഡലാവേണ്ടത്. അത് ആരുടെ മുന്നിലാണ്? ഓഫ് കോഴ്സ് സ്റ്റുഡൻസിൻ്റെ മുന്നിലാണ്. ആൻഡ് ദ സെവൻത്ത് വൺ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോസ് ഓഫ് ഫെയിലിയർ ഫോർ ടീച്ചർ ലൈസ് ഇൻ ദ ഏരിയ ഓഫ്. ഓപ്ഷൻസ് ആർ interpersonal relationship, lack of command over the knowledge of the subject, verbal ability and strict handling of the students. And the correct answer is option B, lack of command over the knowledge of the subject. ഇപ്പോൾ ചോദ്യം എന്താണ്? ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോസ് ഓഫ് ഫെയിലിയർ ഫോർ ടീച്ചർ. ടീച്ചറിൻ്റെ ഫെയിലിയർ എന്ന് പറയുന്നത് എന്തിനാണ്? നമ്മൾ പലപ്പോഴും സബ്ജക്റ്റ് നോളജ് ഇല്ലാത്ത സമയത്താണ് വരാറ്, അല്ലെങ്കിൽ
ആ സബ്ജക്റ്റ് നല്ല രീതിയിൽ പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് ടീച്ചറിൻ്റെ പരാജയമാണ്. സബ്ജക്റ്റ് നോളജ് അത് ഓർത്ത് വയ്ക്കാം. ആൻഡ് ദ 8th one is education is a powerful instrument of options are social transformation, personal transformation, culture transformation and all the above. And the answer is all the above. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. എഡ്യൂക്കേഷൻ is a powerful instrument of social, personal and cultural transformation. All the above ആണ് ആൻസർ. And the 9th one is according to Swami Vivekananda, teacher's success depends on his renunciation of personal gain and service to others, his professional training and creativity, his concentration on his work and duties with a spirit of obedience to God, his mastery on the subject and capacity in controlling the students. And the answer is his concentration on his work and duties with a spirit of obedience to God. C an answer. His concentration on his work and duties with a spirit of obedience to God. പിന്നെ സ്വാമി വിവേകാനന്ദൻ്റെ ഫേമസ് ആയ കോട്ടുകളൊക്കെ ഉണ്ട്, അതും പരീക്ഷയ്ക്ക് പഠിച്ചു വയ്ക്കാൻ നല്ലതാണ്. ഇപ്പോൾ എഡ്യൂക്കേഷനെ കുറിച്ചിട്ട് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ ഒരു കോട്ട് വളരെ ഫേമസ് ആണ്, നമുക്കറിയാവുന്ന കാര്യമാണ്. എന്താണത്? എഡ്യൂക്കേഷൻ ഇസ് ദ മാനിഫെസ്റ്റേഷൻ പെർഫെക്ഷൻ ദാറ്റ് ഓൾറെഡി എക്സിസ്റ്റിംഗ് ഇൻ മാൻ. അതുകൂടി ഓർത്ത് വയ്ക്കാം. ആൻഡ് ദ 10th and last one is a teacher's most important challenge is options are to make students do their homework, to make teaching learning process enjoyable, to maintain discipline in the classroom, and finally to prepare the question paper. And the answer is option B, to make teaching learning process enjoyable. തീർച്ചയായിട്ടും അറിയേണ്ട അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് എൻജോയബിൾ. പഠിക്കേണ്ട കാര്യങ്ങളാണെങ്കിലും പഠിപ്പിക്കേണ്ട കാര്യങ്ങളാണെങ്കിലും നമ്മളത് എൻജോയ് ചെയ്ത് പഠിപ്പിച്ചാൽ മാത്രമാണ് നമുക്കും അത് കേൾക്കുന്ന കുട്ടികൾക്കും എഫക്റ്റീവായിട്ട് മുന്നോട്ട് പോവുള്ളൂ. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് അഡോൾസൻറ്റ് സൈക്കോളജിയുടെ തേർഡ് പാർട്ടായിട്ടുള്ള ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് റിലേറ്റഡ് ആയിട്ടുള്ള 10 ക്വസ്റ്റ്യൻസ് ആണ്. പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്, റിവൈസ് ചെയ്യുക, റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഓർത്ത് വയ്ക്കുക, അതും വായിക്കുക, 2-3 വട്ടം വീഡിയോസ് കാണുക. പിന്നെ വേറെ ചെയ്യേണ്ടത് നിങ്ങളത് നോട്ട്സുകളൊക്കെ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് സർക്കിൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായ നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കാനും മറക്കരുത്. നാളെ മറ്റൊരു വീഡിയോ കാണും വരെ ബൈ.